കാഞ്ചീപുരത്ത് വിജയുടെ ഉള്ളരങ്ങ് പരിപാടിക്ക് തുടക്കം. തിരഞ്ഞെടുത്ത 2000 പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കരൂർ ദുരന്തത്തിന് ശേഷം വിജയ് ആദ്യമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുകയാണ്. മനേഷ് മൂർത്തിയുണ്ട് വിവരങ്ങളുമായി. മനേഷ്, കാഞ്ചീപുരത്ത് വിജയ് എത്തുന്നു ഉള്ളരങ്ങ് എന്ന പരിപാടിയിലൂടെ. ഇതിൽ തിക്കും തിരക്കിനുമുള്ള സാധ്യതകളില്ല. 2000 പേർക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട 2000 പേരാണല്ലോ പരിപാടിയിലുള്ളത്. കരൂർ ദുരന്തത്തിന് ശേഷമുള്ള ഒരു ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് എന്ന് നമുക്ക് വിജയുടെ ഈ പരിപാടിയിലെ സാന്നിധ്യത്തെക്കുറിച്ച് പറയാം. എന്താണ് വിവരങ്ങൾ മനീഷ്? പബ്ലിക് അപ്പിയർ, അതായത് ഒരു പൊതുപരിപാടി എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ഇൻഡോർ പരിപാടിയായി നടത്തുന്നത്. പ്രധാനമായ കാര്യം, ഈ പറഞ്ഞ രീതിയിൽ കരൂർ ദുരന്തത്തിന് ശേഷം ഒരു പൊതുപരിപാടിക്ക് ഇതുവരെ ടിവിക്ക് അനുമതി ലഭിച്ചിട്ടില്ല. കേരളത്തെ അനുമതി ചോദിച്ചെങ്കിലും അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഇതിപ്പോൾ തിരഞ്ഞെടുത്ത 2000 പേരെയാണ് ഇപ്പോൾ വിജയ് കാണുന്നത്. അത് കാഞ്ചീപുരത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹാളിലാണ് ആ പരിപാടി നടക്കുന്നത്. വളരെ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ, അതായത് QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്താണ് ഈ തെരഞ്ഞെടുത്ത 2000 പേരെ അകത്തേക്ക് കയറ്റി വിട്ടത്. അപ്പോൾ ആ രീതിയിലുള്ള സുരക്ഷകളെല്ലാം തന്നെ ഒരുക്കിയതിനു ശേഷമാണ് അല്പസമയം മുമ്പ് വിജയ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുകയാണ്. എന്തായാലും എല്ലാ ആളുകളും, അതായത് പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. യുവാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, സാധാരണക്കാരുണ്ട്, കർഷകരുണ്ട്. അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ ഈ ഒരു യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് വിജയ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. എന്തായാലും അവരിൽ നിന്ന് വിവരശേഖരണം നടത്തുന്നു. അതായത് ഒരു സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരിൽ നിന്ന് എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, എങ്ങനെ അത് പരിഹരിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവരിൽ നിന്നും വിവരങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ജനസമ്പർക്ക പരിപാടി, അല്ലെങ്കിൽ ഉള്ളരങ്ങ് എന്ന് പേരിട്ടിട്ടുള്ള ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് വിജയ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.